കുറേ വർഷങ്ങളായി രക്തശാലി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. ഈ രക്തശാലി കേരളത്തിൽ ഏറ്റവും വില കമ്മി എന്നുള്ളതല്ല, ഒരു കർഷകന് ലാഭം ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ ഒരു കർഷകന് സമൂഹത്തിനോട് കടപ്പാടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പരമ്പരാഗത നെല്ലുകൾ സംരക്ഷിക്കുന്നുണ്ട്. മൂന്നാമത്തത് രോഗവിമുക്ത കേരളത്തിൽ ഞാനൊരു പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രക്തശാലി ഒന്നാമത്തത് കൃഷി ചെയ്യുന്നത്. രണ്ടാമത്തത് തൂയമല്ലി പറയുന്ന അരിയാണ്. അതുപോലത്തെ മല്ലിയുടെ കളറും നല്ല വെള്ളയും ഉള്ള അരിയാണ്. അത് ഞരമ്പ് സംബന്ധിക്കുന്ന രോഗങ്ങൾ, ഷുഗറിന് ഒക്കെ കഴിക്കാൻ പറ്റാവുന്ന ചോറായിട്ടും കഞ്ഞിയായിട്ടും ആ അരികൾ കഴിക്കാൻ പറ്റും, തൂയമല്ലി. പിന്നെ ഞാൻ കൃഷി ചെയ്യുന്നത് വന്നിട്ട് ചെമ്പ റൈസാണ്, റെഡ് ചെമ്പ. അത് കൊട്ടാരം ചെമ്പ എന്ന് പറയും. അത് 155 ദിവസം മുതൽ 160 ദിവസമാണ് അതിൻ്റെ പ്രായം. 155, 5 ദിവസം 10 ദിവസം കാലാവസ്ഥക്കനുസരിച്ചിട്ട്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തു നിന്ന് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് നമുക്ക് സൂര്യപ്രകാശം ഇതെല്ലാം കണക്കാക്കി ഒരു 5-8 ദിവസത്തെ വ്യത്യാസം വരും. വിറ്റാമിൻ ഇ, അതുപോലെ തന്നെ B12, നാരിൻ്റെ അംശം കൂടുതലുണ്ട്. ഇത് വന്ന് പുട്ടിനും അതുപോലെ തന്നെ ഈ നൂലുമ്പ് കഞ്ഞിക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ 2-3 അരികൾ ഞാൻ കൃഷി ചെയ്ത് സാധാരണക്കാരന് ഇത് കൈകളിലെത്തിക്കുക. എൻ്റെ ഉദ്ദേശം തന്നെ ഫാം ടു കിച്ചൺ, എൻ്റെ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്ത് ഇടനിലക്കാരില്ലാതെ സാധാരണക്കാരൻ്റെ അടുക്കളയിലേക്ക് വില കമ്മിയായിട്ട് എങ്ങനെയാണ് ഈ അരികൾ എത്തിക്കുക, അതാണ് ഒന്ന്. പിന്നെ ഞാനൊരു സന്ദേശം, അമ്മയാണ് ഡോക്ടർ, അടുക്കളയാണ് ഹോസ്പിറ്റൽ, നല്ല ഭക്ഷണമാണ് മരുന്ന്, ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കുന്ന ആഹാരം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ വിഷമുണ്ടാവില്ല. ബാക്കി ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാലും അത് വിഷമായിരിക്കും. അപ്പോൾ ആ ഒരു മെസ്സേജ് കൂടി ഞാൻ എൻ്റെ കൃഷിയിലൂടെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. രക്തശാലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊട്ടാരം ചെമ്പ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തൂയമല്ലി, ഇതുപോലെയുള്ള അരികളെല്ലാം നമ്മൾക്ക് സെക്കൻഡ് ക്രോപ്പിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സെക്കൻഡ് ക്രോപ്പിലാണ് കൃഷി ചെയ്യുക. കാരണം നമുക്ക് ജൂൺ ജൂലൈ മാസം ആഗസ്റ്റിലൊക്കെ നല്ല മഴയുള്ളത് കൊണ്ട് ഇതിനൊന്നും തണ്ട് ബലവും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കൊയ്തെടുക്കാനും അതുപോലെ തന്നെ വീഴ്ചയില്ലാതെ നമ്മൾക്കിത് കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് ഈ പരമ്പരാഗത വിത്തുകൾ മുഴുവനും നമ്മൾ സെക്കൻഡ് ക്രോപ്പിലാണ് കൃഷി ചെയ്യുക. സെക്കൻഡ് ക്രോപ്പിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മാർച്ച് 15-ന് കൊയ്യുന്ന രീതിയിൽ നമ്മൾ ഈ 3 അരികളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ സാധാരണ, ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ സ്വന്തം റിലേഷൻ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, ഞങ്ങളെല്ലാവരും കൂടി 10 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. ഈ 10 ഏക്കർ കൃഷി ചെയ്യുന്നത് ഞങ്ങളോട് ഈ മാർച്ച് മാസം കൊയ്ത്ത് കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത, ചെമ്മരിയാട്ട് കൂട്ടം വരും. 500-1000 ആടുകൾ തമിഴ്നാട്ടിൽ നിന്ന് ചെമ്മരിയാട്ട് കൂട്ടം വരും. അവർ മാസങ്ങളോളം പാലക്കാട് ജില്ലയിലെ ഓരോ കൃഷിസ്ഥലത്തും തമ്പടിക്കും. അങ്ങനെ ഞങ്ങൾ ഈ കൃഷിസ്ഥലത്ത് ചെമ്മരിയാട്ട് കൂട്ടത്തിനെ നിർത്തി അത് 3-4 ദിവസം ഒരു ഏക്കറയിൽ ഈ നിർത്തിയ അതിൻ്റെ കാഷ്ടവും മൂത്രവുമായിരിക്കും ആ കണ്ടത്തിലുണ്ടാകുക. അത് കഴിഞ്ഞ് ഞങ്ങൾ വിഷു കഴിഞ്ഞാൽ അതിനെ പൂട്ടിമറിച്ച് നവധാന്യങ്ങൾ 9 ധാന്യങ്ങൾ വിതറും. അല്ലെങ്കിൽ പയറ് വേണം, അല്ലെങ്കിൽ 9 ധാന്യങ്ങൾ വേണം. ഈ 9 ധാന്യങ്ങളും നമ്മൾക്ക് പൂക്കുന്ന സമയം ഏകദേശം ഒരു മെയ് 15-ന് ശേഷം പൂക്കുന്ന സമയത്ത് നമ്മൾ റൊട്ടേവട്ടർ കൊണ്ട് അത് പൂട്ടി ഒന്നുകൂടി മണ്ണിൽ ഒന്ന് ആക്കി തീർക്കും. അതിന് ശേഷം ജൂൺ മാസത്തിൽ മഴയോടുകൂടി നമ്മൾ ഈ വെറൈറ്റി നെല്ല് കൃഷി ചെയ്യുന്ന കണ്ടങ്ങൾ ഒന്ന് പൂട്ടിയിട്ട് വെള്ളം കെട്ടി നമ്മൾ നിർത്താറുണ്ട്. ഫസ്റ്റ് ക്രോപ്പിൽ ആ കണ്ടം 5 പറക്കാണെങ്കിലും 1 ഏക്കറയാണെങ്കിലും അത് നമ്മൾ തരിശിടുകയാണ്. ആ കണ്ടത്തിൽ നമ്മളൊന്നും ചെയ്യില്ല. സെക്കൻഡ് ക്രോപ്പിലാണ് നമ്മൾ ഈ കണ്ടങ്ങളിൽ ഈ വെറൈറ്റി അല്ലെങ്കിൽ നാടൻ നെല്ല് കൃഷി ചെയ്യുന്നത്. നമ്മൾ ചാണകം, ആട്ടിൻ കാഷ്ടം, കുറച്ച് വേപ്പും മണ്ണാക്ക് അതുപോലെയുള്ളത് മണ്ണിലിട്ടിട്ട് ഒന്ന് പൂട്ടി വെച്ച ശേഷം നമ്മൾ നടനു മുമ്പ് ചെയ്യുക. അതിനുശേഷം 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഫിഷ് അമന കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് നാടൻ പശു വളർത്തുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പഞ്ചഗവ്യം അതുപോലെയുള്ളത് 15 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അടിക്കാറുണ്ട്. പിന്നെ ഇതിൽ രാസവളങ്ങൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ കൊടുക്കാറില്ല. ഈ രക്തശാലി മാക്സിമം 105 മുതൽ 115 ദിവസത്തിൻ്റെ ഉള്ളിലാണ് മാക്സിമം ആകുക. കാരണം എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഒരു നെല്ലിൻ്റെ ഒരു 10-15 ദിവസത്തെ വ്യത്യാസം എന്തെന്നെയായാലും ഓരോ സ്ഥലത്തുണ്ടാവും. കാരണം ഇപ്പോൾ ചിലവിൽ ഫസ്റ്റ് ക്രോപ്പിൽ വേറെ നെല്ല് ചെയ്യും,
സെക്കൻഡ് ക്രോപ്പിലായിരിക്കും രക്തശാലി ചെയ്യുക. ഈ ഫസ്റ്റ് ക്രോപ്പിൽ ആ കണ്ടത്തിൽ മുഴുവൻ വളമുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നേരത്തെ കൊയ്തെടുത്ത വൈക്കോലുണ്ടാവും, അത് അളിയാനുള്ള താമസം, അതിൽ നൈട്രജൻ അംശം കൂടുതൽ. ഇങ്ങനെയാകുമ്പോൾ 5 ദിവസം 10 ദിവസം എല്ലാ വിത്തുകൾക്കും വ്യത്യാസം ഉണ്ടാവും. രക്തശാലി ഏകദേശം 105 മുതൽ 120 ദിവസത്തിനുള്ളിൽ രക്തശാലി കൊയ്യാൻ പറ്റും. അതുപോലെ തൂയമല്ലിയും അതുപോലെ വളം ആവശ്യമില്ലാത്ത സാധനമാണ് തൂയമല്ലി. അതിന് പ്രതിരോധ ശക്തി കൂടുതലാണ്. അപ്പോൾ തൂയമല്ലിയും ഏകദേശം 120-130 ദിവസത്തിനുള്ളിൽ കൊയ്യും. ഈ കൊട്ടാരം ചെമ്പ നമുക്ക് 145-150 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ വിളയുന്നത്. രക്തശാലി അരി നമ്മൾ അയൺ കണ്ടൻറ്റ് അതിൽ കൂടുതലുണ്ട്, ഒന്ന്. രണ്ടാമത്തത് B12 അതിലുണ്ട്. മൂന്നാമത്തത് വന്നിട്ട് നാരിൻ്റെ അംശമുണ്ട്. അഞ്ചാമത്തത് രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവ് രക്തശാലിക്കുണ്ട്. പിന്നെ ഷുഗർ രോഗികൾക്ക് ഇത് കഴിക്കാൻ പറ്റും. ഇതിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ സാധാരണ ഈ രക്തശാലി അരി നമ്മുടെ പണ്ടത്തെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ രക്തശാലി അരിയെക്കുറിച്ചിട്ട് വളരെയധികം രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കയ്യോ കാലോ തളർന്നുള്ളവർ, അതുപോലെ നട്ടെല്ലുമായി എല്ലുമായി ബന്ധപ്പെട്ടുള്ളവർക്ക്, അതുപോലെ ക്യാൻസറുമായി ബന്ധപ്പെട്ടവരെല്ലാം ഇപ്പോൾ രക്തശാലി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രക്തശാലി ഒരു കോഴ്സ് ഒരു 40-41 ദിവസമാണ്. ഇപ്പോൾ ആയുർവേദശാലികളിൽ മുഴുവൻ രക്തശാലി പറയുന്നത് 41 ദിവസം തുടർച്ചയായി കഴിക്കണം എന്നുള്ളതാണ്. നമ്മൾ പണ്ട് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ജീവിത രീതി എപ്പോഴാണ് മാറിയത്? നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. രാവിലെ രാജാവിനെ പോലെയും ഉച്ചയ്ക്കിൽ ധനികനെ പോലെയും വൈകുന്നേരം യാചകനെ പോലെയും കഴിക്കണമെന്ന്. എന്നാണോ നമ്മൾ യാചകനെ പോലെ കഴിക്കാതെ മാറിയത്, അവിടെയാണ് നമ്മുടെ ജീവിത രോഗങ്ങൾ ഇന്ന് കൂടിയിരിക്കുന്നത്. അപ്പോൾ യാചകൻ എന്ന് പറയുന്നത് മോശപ്പെട്ടതല്ല. സാധാരണ യാചകൻ എന്ന് പറഞ്ഞാൽ ഒരു കഞ്ഞിയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ എല്ലാവരും യാചകനെ പോലെ അങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചതല്ല. അപ്പോൾ വൈകുന്നേരം കഞ്ഞിയാണ് ഏറ്റവും നല്ലത്. രക്തശാലി വൈകുന്നേരം കഞ്ഞി കുടിക്കുക എന്നുള്ളതാണ് ആയുർവേദശാലയിലും പറയുന്നത്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത് അതുപോലെ തന്നെ ഈ വൈകുന്നേരം കഞ്ഞി കുടിക്കുക എന്നുള്ളതാണ്. ഒരു ഏക്കർ രക്തശാലി ഞങ്ങളിപ്പോൾ 30 കിലോ വിത്താണ് നടാൻ ഉപയോഗിക്കുക. അത് ഓരോ രീതിയിലും ഓരോ കണ്ടത്തിൻ്റെ ഘടന അനുസരിച്ചിട്ട് ചിലവർ ഷീറ്റിൽ പാകി 16-17 ദിവസം കൂടുമ്പോൾ നടാറുണ്ട്. ചിലവർ 20-21 ദിവസം കഴിഞ്ഞ ശേഷം വലിച്ച് നടാറുണ്ട്. ചിലവർ വാർത്ത് വിതയ്ക്കാറുണ്ട്. ഇതിൽ 2 രീതിയിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മൾക്ക് കൃത്യമായിട്ട് എപ്പോൾ മഴ വരുമെന്ന് നമ്മൾക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ രക്തശാലിയെ പോലെയുള്ള 10, 12, 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ നെല്ല് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കനാലിലെ വെള്ളമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മഴയോ നമ്മൾക്ക് വരികയാണെങ്കിൽ, അതായത് നവംബർ ആ സമയത്ത് സരസ്വതി പൂജയുടെയൊക്കെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തിലൊക്കെ ശക്തമായ മഴയിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ നെല്ല് ചിലപ്പോൾ ഈ ശക്തമായ മഴയിൽ നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾക്ക് നടാനാണ് അധികം. സെക്കൻഡ് ക്രോപ്പിൽ ഞങ്ങൾ അധികം നടും കണ്ടങ്ങളുടെ ഘടന അനുസരിച്ചിട്ട്. ചില കണ്ടങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ പെരുമാട്ടി, പട്ടഞ്ചേരി, നല്ലിപ്പുള്ളി ഭാഗങ്ങളിൽ കണ്ടം ചളി കൂടുതലുള്ള കണ്ടങ്ങളാണ്. അവിടെ നടാനേ പറ്റുള്ളൂ. ഡ്രൈ ആകുന്ന കണ്ടത്തിലാണ് നമ്മൾ ഈ ഷീറ്റ് ഞാറുപാകി നമുക്ക് 13, 12, 14 ദിവസത്തിനുള്ളിൽ വെച്ച് നടാൻ പറ്റുക. അപ്പോൾ ആ കണ്ടത്തിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ കൃഷി ഇറക്കുക. പക്ഷേ എന്തെന്നെ ആയാലും ഒരു ഏക്കറയ്ക്ക് നമ്മൾ 30 കിലോ ആണ്. നമ്മൾ സാധാരണ 25-30 ആണ്. എങ്കിലും പന്നിശല്യവും മറ്റുള്ള പല പ്രശ്നമുള്ളതുകൊണ്ട് ഒരു ഏക്കറയ്ക്ക് 30 കിലോ ആണ് നമ്മൾ വിത്ത് ഉപയോഗിക്കുക. രക്തശാലി നമുക്ക് മാക്സിമം 800 കിലോ, ഞാൻ കുറേ വർഷത്തെ അനുഭവത്തിൽ എനിക്ക് 800 കിലോ നെല്ലാണ് ഒരു ഏക്കറയിൽ രക്തശാലി കിട്ടുക. ആ രക്തശാലി 800 കിലോ കിട്ടുന്നത് നമ്മൾ റബ്ബറൈസ്ഡ് മില്ലിൽ കൊണ്ടുപോയിട്ടാണ് തുലിയെടുക്കുക. ആ റബ്ബറൈസ്ഡ് മില്ലെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏകദേശം 430ഓളം കിലോ അരിയും മാക്സിമം നമ്മുടെ ഉണക്കം, കൊയ്തിട്ടുള്ള ഉണക്കം, അതുപോലെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഉണങ്ങണ ആ ഒരു നെല്ലിൻ്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു 20-25 കിലോ പൊടിഞ്ഞു പോകാറുണ്ട്. 2ആയി മുറിയുക അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 800 കിലോ നെല്ലും 450ൻ്റെ ഉള്ളിൽ അരിയും. അപ്പോൾ 450 ഒരു പാലക്കാട് ജില്ലയിൽ ഒരു ഏക്കർ നെൽകൃഷി ചെയ്താൽ, അത് ഏതോ മട്ടയായിക്കോട്ടെ വെള്ളയായിക്കോട്ടെ ഏത് നെൽകൃഷി ചെയ്താലും ഒരു കർഷകന് കാലാവസ്ഥ അവൻ്റെ കൃഷിയെല്ലാം അനുകൂലമായി വന്നാൽ ഒരു ഏക്കറയ്ക്ക് 2 ടണ്ണാണ് നെല്ല് വിളയുക. ഈ 2 ടണ്ണിന് 35,000 രൂപയാണ് അവന് ചിലവ് വരിക.
ഈ 35,000 രൂപ ചെലവ് കഴിച്ചിട്ട് അവനൊരു 19,000 20 രൂപയാണ് അവന് എല്ലാ കാലാവസ്ഥ എല്ലാം ശരിയായി വന്നാൽ ഒരു ഏക്കറയ്ക്ക് 19,000 മുതൽ 20,000 രൂപയാണ് ചിലപ്പോൾ അവന് മാർജിൻ കിട്ടുക. രക്തശാലി പോലെയുള്ള അരി ഞാൻ എൻ്റെ അനുഭവത്തിൽ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് 450 കിലോ ആണ് രക്തശാലിയുടെ അരി കിട്ടണമെങ്കിൽ ഞാൻ 160 രൂപയ്ക്കാണ് കേരളത്തിൽ നിന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലല്ല, പല ഭാഗത്തും ഞാൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 160 രൂപയ്ക്ക് ഞാൻ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ സപ്ലൈക്കാരന് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഒരു 15,000 രൂപ ജാസ്തി എനിക്ക് കിട്ടുന്നുണ്ട്. അതുമല്ല, ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 10 കിലോ 5 കിലോ എന്ന് പോകുമ്പോൾ ദിവസം അവന് കുടുംബജീവിതം നയിക്കാൻ പറ്റും. പിന്നെ എന്നും നമുക്ക് 10 20 കിലോ ദിവസം പോകുമ്പോൾ അവൻ്റെ കുടുംബജീവിതം അവന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. കേരളത്തിൽ സാധാരണ ആളുകൾക്ക് കൊടുക്കുമ്പോൾ രോഗവിമുക്ത കേരളത്തിന് വേണ്ടി ഞാനൊരു പങ്കാളിത്തം വഹിക്കണു. അതുപോലെ ഈ അരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമ്പരാഗത അരി നമ്മൾ ഈ രാജ്യം മുഴുവൻ നമ്മൾ പ്രചരിപ്പിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ലാഭത്തിലുണ്ട്. ഈ 15,000 ലാഭത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഈ 2 കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും പറ്റും.